തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ അറിയപ്പെടുന്നത് എന്തുവാ? ഗുരുക്കന്മാരുടെ ഗുരു എന്നാണ് തൈക്കാട് അയ്യ അറിയപ്പെടുന്നത്. തൈക്കാട് അയ്യ അറിയപ്പെടുന്നതാണ് ഗുരുക്കന്മാരുടെ ഗുരു. ജനനം 1814. ജനനം 1814. ജന്മസ്ഥലം നഗലപുരം. ജന്മസ്ഥലം എവിടെ? നഗലപുരം, തമിഴ്നാട്. പിതാവ് മുതുകുമാരൻ, മാതാവ് രുക്മിണിയമ്മാൾ, ഭാര്യ കമലമ്മാൾ. യഥാർത്ഥ നാമമാണ് സുബ്ബരായ പണിക്കർ. യഥാർത്ഥ നാമം എന്തുവാ? സുബ്ബരായ പണിക്കർ. അന്തരിച്ച വർഷം 1909 ജൂലൈ 20. അന്തരിച്ച വർഷം 1909 ജൂലൈ 20. അപ്പൊ ജനനം 1814. ജന്മസ്ഥലം നഗലപുരം. പിതാവ് മുതുകുമാരൻ, മാതാവ് രുക്മിണിയമ്മാൾ, ഭാര്യ കമലമ്മാൾ. യഥാർത്ഥ നാമമാണ് സുബ്ബരായ പണിക്കർ. അന്തരിച്ച വർഷം 1909 ജൂലൈ 20. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യയുടെ ആത്മീയ ഗുരുക്കന്മാരാണ് ശ്രീ ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജയും. തൈക്കാട് അയ്യയുടെ ആത്മീയ ഗുരുക്കന്മാരാണ് ശ്രീ ചിട്ടി പരദേശി, സച്ചിദാനന്ദ മഹാരാജ. രണ്ടുപേരാണ് ശ്രീ ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജയും. തൈക്കാട് അയ്യ ഗുരു സ്വീകരിച്ച നാമമാണ് ശിവരാജയോഗി അയ്യ സ്വാമികൾ. തൈക്കാട് അയ്യ ഗുരു സ്വീകരിച്ച നാമം എന്തുവാ? ശിവരാജയോഗി അയ്യ സ്വാമികൾ. പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നീ പേരുകളിൽ വരണ്യവർഗം വിളിച്ചിരുന്ന വ്യക്തിയാണ് തൈക്കാട് അയ്യ. പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നീ പേരുകളിൽ വരണ്യവർഗം വിളിച്ചിരുന്ന വ്യക്തിയാണ് തൈക്കാട് അയ്യ. இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നാദ്യമായി പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ഇതിന്റെ മലയാള തർജ്ജമയായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഉദ്ധരണിയെ പ്രശസ്തമാക്കിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഇതിന്റെ മലയാള തർജ്ജമമായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഉദ്ധരണിയെ പ്രശസ്തമാക്കിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമായി പന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ഗുരു. സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമായി പന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ഗുരു. തൈക്കാട് അയ്യയ്ക്ക് 51 ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. തൈക്കാട് അയ്യയ്ക്ക് 51 ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗ അഭ്യസിപ്പിച്ചിരുന്നത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയും വൈകുണ്ഠസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാ? നാഗർകോവിൽ വെച്ച. തൈക്കാട് അയ്യയും വൈകുണ്ഠസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയത് നാഗർകോവിൽ വെച്ചാണ്. തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡന്റായി നിയമിതനായത് മക്ഗ്രിഗർ. തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡന്റായി നിയമിതനായത് മക്ഗ്രിഗർ. മക്ഗ്രിഗറെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. മക്ഗ്രിഗറെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. മക്ഗ്രിഗറെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യാണ്. അയ്യ ഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായി നിയമിച്ചത് മക്ഗ്രിഗർ. അയ്യ ഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിട്ട് നിയമിച്ചത് മക്ഗ്രിഗറാണ്. അയ്യ സ്വാമികൾ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവി വഹിച്ച കാലയളവ് 1873 മുതൽ 1909 വരെയാണ്. അയ്യ സ്വാമികൾ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവി വഹിച്ച കാലയളവ് 1873 മുതൽ 1909 വരെയാണ്. മനോന്മണിയം സുന്ദരപിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് ശൈവപ്രകാശ സഭ. മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് ശൈവപ്രകാശ സഭ. ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് എവിടാ? ചാല എവിടാ? തിരുവനന്തപുരം. ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് ചാലയാണ്. ചാല. തിരുവിതാംകൂറിലെ ആദ്യത്തെ MA ബിരുദധാരിയാണ് മനോന്മണിയം സുന്ദരൻ പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ MA ബിരുദധാരിയാണ് മനോന്മണിയം സുന്ദരൻ പിള്ള. തൈക്കാട് അയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് സച്ചിദാനന്ദ സെൻ സ്വാമിയാണ്. തൈക്കാട് അയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമിയാണ്.
ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ. ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം എന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ തൈക്കാടയ്യ അറിയപ്പെടുന്നത് എന്തുവാ? ഗുരുക്കന്മാരുടെ ഗുരു എന്നാണ്. ജനനം 1814. ജനനം 1814. ജന്മസ്ഥലം നഗലപുരം, തമിഴ്നാടാണ്. പിതാവ് മുതുകുമാരനും മാതാവ് രുക്മിണി അമ്മാൾ. ഭാര്യ കമലമ്മാൾ. യാഥാർത്ഥ നാമമാണ് സുബ്ബരായ പണിക്കർ. അന്തരിച്ച വർഷം 1909 ജൂലൈ 20. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാ? തൈക്കാടയ്യയെ. തൈക്കാടയ്യയുടെ ആത്മീയ ഗുരുക്കന്മാരാണ് ശ്രീ ചിട്ടി പരദേശി, സച്ചിദാനന്ദ മഹാരാജ. തൈക്കാടയ്യ ഗുരു സ്വീകരിച്ച നാമമാണ് ശിവരാജയോഗി അയ്യാസ്വാമികൾ. തൈക്കാടയ്യ ഗുരു സ്വീകരിച്ച നാമം എന്തുവാ? ശിവരാജയോഗി അയ്യാസ്വാമികൾ. പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നൊക്കെ പറഞ്ഞ തൈക്കാടയ്യ. ഇതിന്റെ മലയാളം വേർഷൻ പറഞ്ഞതാരാ? അത് ശ്രീനാരായണ ഗുരു. എന്ത് വരുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമേ പന്തിഭോജനം സംഘടിപ്പിച്ചത് തൈക്കാടയ്യയാണ്. തൈക്കാടയ്യയ്ക്ക് 51 ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. അപ്പൊ ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ യോഗ അഭ്യസിപ്പിച്ചതും തൈക്കാടയ്യയാണ്. തൈക്കാടയ്യയും വൈകുണ്ഠസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാ? പറഞ്ഞായിരുന്നല്ലോ, എവിടെ വെച്ചാ? അത് നാഗർകോവിൽ വെച്ചാണ്. തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡന്റായിട്ട് നിയമിതനായത് മക്രിഗറാണ്. മക്രിഗറെ യോഗയും തമ്മിൽ അഭ്യസിപ്പിച്ചതോ? അതും തൈക്കാടയ്യ. അയ്യ ഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിട്ട് നിയമിച്ചത് മക്രിഗറാണ്. അയ്യാസ്വാമികൾ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവി വഹിച്ച കാലയളവാണ് 1873 മുതൽ 1909 വരെ. ഓക്കെ. അപ്പൊ ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്ന എവിടാ? ചാലയാണ്. പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതിവ്യവസ്ഥയെ വെല്ലുവിളിച്ചതും തൈക്കാടയ്യയാണ്. ഗുരുക്കന്മാരുടെ ഗുരു ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാ? അത് തൈക്കാടയ്യയാണ്. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ തൈക്കാടയ്യയാണ്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നതും ഉപദേഷ്ടാവ് എന്നറിയപ്പെടുന്നതും ജനങ്ങൾ തൈക്കാടയ്യ ഗുരുവിനെ ബഹുമാനപൂർവ്വം എന്താ വിളിച്ചിരുന്നത്? അത് സൂപ്രണ്ട് അയ്യ എന്നാണ് വിളിച്ചിരുന്നത്. സൂപ്രണ്ട് അയ്യ. അപ്പം ശിവരാജയോഗി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ, ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെട്ടത്, ഹഠയോഗോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്, ഇതെല്ലാം തൈക്കാടയ്യ. ജനങ്ങൾ തൈക്കാടയ്യ ഗുരുവിനെ ബഹുമാനപൂർവ്വം വിളിച്ചതാണ് സൂപ്രണ്ടയ്യ. അയ്യ ഗുരുവിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യ സ്വാമിക്ഷേത്രം സ്ഥാപിച്ച വർഷമാണ് 1943. അയ്യ ഗുരുവിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യ സ്വാമിക്ഷേത്രം സ്ഥാപിച്ച വർഷമാണ് 1943. തൈക്കാടയ്യരുടെ സ്മരണാർത്ഥം വർഷം തോറും ക്ഷേത്രത്തിൽ ഗുരുപൂജ നടത്തി വരുന്നു. അപ്പൊ അയ്യ ഗുരുവിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യ സ്വാമിക്ഷേത്രം സ്ഥാപിച്ചെന്ന 1943. തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയാണ് ശിവൻ. തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയാണ് ശിവൻ. അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം 1984. അയ്യ മിഷൻ എന്നാ രൂപം കൊണ്ടത്? അയ്യ മിഷൻ രൂപം കൊണ്ടത് 1984. അയ്യ ഗുരുകുലം രൂപം കൊണ്ടത് 1955. അയ്യ ഗുരുകുലം എന്ന രൂപം കൊണ്ടത് 1955. പന്തിഭോജനം നടത്തിയത് ആരാ? പന്തിഭോജനം നടത്തിയത് തൈക്കാടയ്യയാണ്. പന്തിഭോജനം തൈക്കാടയ്യ. സമപന്തി ഭോജനമാകുമ്പം വൈകുണ്ഠസ്വാമികൾ. അപ്പൊ പന്തിഭോജനമാകുമ്പം തൈക്കാടയ്യയും സമപന്തിഭോജനമാകുമ്പം വൈകുണ്ഠസ്വാമികൾ. മിശ്രഭോജനമാകുമ്പോഴോ സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. മിശ്രഭോജനമാകുമ്പം സഹോദരൻ അയ്യപ്പൻ, പ്രീതിഭോജനമാകുമ്പം വാഗ്ഭടാനന്ദൻ. അപ്പം പന്തിഭോജനം തൈക്കാടയ്യ, സമപന്തിഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരാരൊക്കെയാന്ന് നോക്കാം. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ,
രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, പേട്ട ഫെർണാണ്ടസ്, സ്വയംപ്രകാശ യോഗിനിയമ്മ, വെളുത്തേരി കേശവൻ വൈദ്യർ, തക്കല പീർ മുഹമ്മദ്, അപ്പാവ് വക്കീൽ. അപ്പൊ ഇതൊക്കെയാണ് തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാർ. പ്രധാന ശിഷ്യന്മാരാണിത്. ആരൊക്കെയാ? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, പേട്ട ഫെർണാണ്ടസ്, സ്വയംപ്രകാശ യോഗിനിയമ്മ, വെളുത്തേരി കേശവൻ നായർ, തക്കല പീർ മുഹമ്മദ്, അപ്പാവു വക്കീൽ. പ്രധാന കൃതികൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇനി തൈക്കാടയ്യയുടെ പ്രധാന കൃതികൾ: ബ്രഹ്മോത്തര കാണ്ഡം, രാമായണം പാട്ട്, രാമായണം സുന്ദരകാന്ഡം, രാമായണം ബാലകാന്ഡം, എൻ്റെ കാശിയാത്ര, തിരുവാരൂർ മുരുകൻ, പഴനി വൈഭവം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമലെ, കുമാരകോവിൽ കുറവൻ, ഉള്ളൂർ അമർദ ഗുഹൻ. അപ്പം ആരൊക്കെയാ? ബ്രഹ്മോത്തര കാണ്ഡം, രാമായണം പാട്ട്, രാമായണം സുന്ദരകാന്ഡം, രാമായണം ബാലകാന്ഡം, എൻ്റെ കാശിയാത്ര, തിരുവാരൂർ മുരുകൻ, പഴനി വൈഭവം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമലെ, കുമാരകോവിൽ കുറവൻ, ഉള്ളൂർ അമർന്ദ ഗുഹൻ. ഉള്ളൂർ അമർന്ദ ഗുഹൻ. അപ്പം ഇത്രയാണ് തൈക്കാടയ്യ. ഓക്കെ.